ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് നെത്തോലി പീര പറ്റിച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ കുഞ്ഞതായിട്ട് വെച്ച മാങ്ങയും നെത്തോലിയും പച്ചമുളകും എല്ലാം കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കിയിട്ട് അതിൻ്റെ കൂടെ തേങ്ങ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അരച്ചതും കൂടി ഇട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇടുക, വീണ്ടും നന്നായി ഇളക്കുക. ഉപ്പ് പാകം ഇച്ചിരിയും കൂടെ ഇടാനുണ്ട്. അങ്ങനെ വീണ്ടും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇത് ഇളക്കുകയാണ്. ഇത് നെത്തോലി പീര വറ്റിക്കുന്നതാണ് കാണിക്കുന്നത്. കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് അടുപ്പിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പിലോട്ട് വെക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോഴത്തെ ഇടയ്ക്കാണെങ്കിൽ എന്തോ അപ്പം നെത്തോലി ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാലയൊക്കെ ഉമ്മ ഇടുന്നത് കണ്ട് അങ്ങനെ അതും കൂടി വീഡിയോ എടുക്കാം. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും പിന്നെ ഇത് നന്നായി ഉപ്പും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിന് സെറ്റാകാൻ വെച്ചപ്പോഴത്തേക്ക് മറ്റൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിങ്ങനെ തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ വറ്റണം. വറ്റി ഇങ്ങനെ പിരിപിരാന്നാവും. ആ ഒരു സൈസിലോട്ടാവണം. അപ്പം ഇത് വറ്റാൻ വേണ്ടി നമുക്ക് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചതിൻ്റെ മാപ്പം അത് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ ജ്യൂസൊക്കെ അടിക്കുന്നത്. പിന്നെ തേങ്ങ ഇതേപോലെ ഞങ്ങൾ ചിരകിയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നത്. വീണ്ടും നല്ലതുപോലെ വറ്റാൻ വേണ്ടി വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ലാസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ആവും. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആവും. നല്ലതുപോലെ വറ്റണം. വറ്റി ഇങ്ങനെ ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ വറ്റണം. നല്ല ടേസ്റ്റാണ്. ഒരു പുളിപ്പ്, മാങ്ങയുടെ ഒരു പുളിപ്പും നെത്തോലിയുടെ ആ ഒരു ഇതൊക്കെ വരുമ്പോൾ നല്ലൊരു ഡിഷാണ്. പിന്നെ ഇതിനകത്ത് താളിക്കണം. അപ്പം കടുക് എണ്ണയിലിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് വറ്റൽമുളകും ഉള്ളിയും ഒക്കെ അരിഞ്ഞിടുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടപ്പോൾ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി അതെടുത്ത് നമ്മൾ ഈ നെത്തോലി ഇതിലേക്ക് ഇട്ടിട്ട് ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു ഡിഷ് കംപ്ലീറ്റ് ആവും. അങ്ങനെ നമ്മുടെ നെത്തോലി പീര പറ്റിച്ചതാണ്.